ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഖാദി ബോർഡ് LDC എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൺ തിങ്കൾ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വെൾ പ്ലസ് തിങ്കൾ, വെൺ തിങ്കൾ. ഇതിൻ്റെ ആൻസറിൽ ഒരു ഡൗട്ടുണ്ട്. ചില ആൾക്കാർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്നാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ PSCയുടെ ആൻസറായ ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ്. കാരണം ഇവിടെ വെൾ പ്ലസ് തിങ്കൾ, വെൺ തിങ്കൾ, അതായത് ഇൾ പ്ലസ് തീ എന്നുള്ളത് ഇൺ തീ ആയിട്ട് മാറി. ഓപ്ഷൻ എ എന്ന് പറയുന്നത് വെൺ പ്ലസ് തിങ്കളാണ്. അവിടെ ഇൺ പ്ലസ് തായാണ് വരുന്നത്. ഇൺ പ്ലസ് താ ചേഞ്ച് ആവുന്നത് ഇണ്ടായായിട്ടാണ്. ഇൻ പ്ലസ് താ മാറുന്നത് ഇണ്ടായായിട്ടാണ്. അപ്പോൾ അത് വെണ്ടിങ്കൾ എന്നാണ് വരുന്നത്. വെൺ പ്ലസ് തിങ്കൾ, വെണ്ടിങ്കൾ. ഇൻ പ്ലസ് താ ഇണ്ടായായിട്ട് മാറി. വേറൊരു എക്സാമ്പിൾ പറയാം. വിൻ പ്ലസ് തലം, വിണ്ടലം. അവിടെ ഇൻ പ്ലസ് താ എന്നുള്ളത് ഇണ്ടായായിട്ട് മാറി. അതുപോലെ കൺ പ്ലസ് തു, കണ്ടു. ഇൻ പ്ലസ് താ എന്നുള്ളത് ഇണ്ടായായിട്ട് മാറി. അപ്പോൾ ഇൻ പ്ലസ് താ വന്നു കഴിഞ്ഞാൽ അത് ഇണ്ടായായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇണ്ടായായിട്ടാണ് കൂടുതൽ കേസിലും വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താ? വെൺതിങ്കളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് വെൾ പ്ലസ് തിങ്കളെന്ന് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഫൈനൽ ആൻസർക്ക് വരുമ്പം ഏതാണ് കറക്റ്റ് ആൻസർ എന്നറിയാം. ഓപ്ഷൻ എ ആണെങ്കിൽ അത് ആൻസർ ചേഞ്ച് ആവും. അതല്ല രണ്ടും എയും സിയും കറക്റ്റ് ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആവും. ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ആദേശസന്ധിക്ക് ഉദാഹരണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വിണ്ടലം. വിണ്ടലം പിരിച്ചെഴുതുമ്പോൾ വിൻ പ്ലസ് തലം എന്നാണ്. അപ്പോൾ ഇൻ വരുന്നത് മിക്കവാറും ഉള്ള എല്ലാം തന്നെ ആദേശസന്ധിയാണ്. തീക്കാറ്റ്. തീക്കാറ്റ് എന്ന് പറഞ്ഞാൽ ദ്വിത്വസന്ധിയാണ്. തീക്കാറ്റ് പിരിച്ചെഴുതുമ്പോൾ തീ പ്ലസ് കാറ്റ്, തീ പ്ലസ് കാറ്റ്, തീക്കാറ്റ്. അപ്പോൾ കായ് എന്നുള്ളത് ഇക്കായായിട്ട് മാറി. അതായത് കായ് എന്നുള്ളത് ഇക്കായായിട്ട് ഇരട്ടിച്ചു. അങ്ങനെ ഇരട്ടിക്കുന്നത് ദ്വിത്വസന്ധിയാണ്. അടുത്തത് തിരുവാതിര. തിരുവാതിര അത് ആഗമസന്ധിയാണ്. വായും യായും ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഗമസന്ധിയായിരിക്കും. അപ്പോൾ ഇവിടെ തിരുവാതിര, വാ വന്നതുകൊണ്ട് ആഗമസന്ധിയാണ്. അടുത്തത് തണുപ്പുണ്ട്. ഇത് ലോപസന്ധിയാണ്. തണുപ്പുണ്ടെന്നുള്ളത് തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്. തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഇപ്പ കാണുമ്പോഴത്തേക്കും അത് ദ്വിത്വസന്ധിയാണോ എന്നൊരു സംശയം തോന്നാറുണ്ട്. തണുപ്പുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പ കാണുമ്പം പായെന്നുള്ളത് ഇരട്ടിച്ച് ദ്വിത്വമായോ എന്നൊരു സംശയം വരും. അങ്ങനെയുള്ള കേസിൽ എനിക്ക് ഡൗട്ട് വന്നപ്പോഴത്തേനും ഞാൻ കണ്ടുപിടിച്ച ഒരു വഴിയാണ്. നിങ്ങളോടും കൂടെ പറയാം. അത്ര കറക്റ്റാണോ, ഞാൻ പറയുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാനത് വെച്ച് ചെയ്യാറുണ്ട്. എൻ്റെ ആൻസർ മിക്കവാറും എല്ലാം കറക്റ്റ് ആവാറുമുണ്ട്. അതായത് തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ ഈ തണുപ്പ് പ്ലസ് ഉണ്ടെന്ന് പറയുമ്പം അതിൽ 5 അക്ഷരമുണ്ട്. അതങ്ങോട്ട് ചേർത്ത് എഴുതുമ്പോഴത്തേക്കും തണുപ്പുണ്ടെന്ന് എഴുതുന്നത്. അതിൽ 4 അക്ഷരമേ വരുന്നുള്ളൂ. അപ്പോൾ 5 അക്ഷരം ഒന്ന് കുറഞ്ഞ് 4 അക്ഷരമായി. അപ്പോൾ അതെന്താ? ലോപിച്ചു. അപ്പോൾ അവിടെ ലോപസന്ധി. അങ്ങനെയാണ് ഞാനിത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തദ്ധിതത്തിന് ഉദാഹരണം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വെണ്മ. തദ്ധിതം എന്ന് പറഞ്ഞാൽ നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമപദങ്ങളെയാണ് തദ്ധിതങ്ങൾ എന്ന് വിളിക്കുന്നത്. തദ്ധിതം 4 ടൈപ്പുണ്ട്. അതിലെ തന്മാത്ര തദ്ധിതമാണ് വെണ്മ എന്ന് പറയുന്നത്. തന്മാത്ര തദ്ധിതം എന്ന് വെച്ചാൽ അനേകം ഗുണങ്ങളുള്ള ഒരു വസ്തുവിൻ്റെ ഒരു ഗുണത്തെ മാത്രം എടുത്ത് കാണിക്കുന്നതാണ് തന്മാത്ര തദ്ധിതം. അപ്പോൾ ഇവിടെ വെണ്മ എന്ന് പറയുന്നത് ഒരു ഗുണമല്ലേ, വെണ്മ. അപ്പോൾ ഇത് തദ്ധിതത്തിന് ഉദാഹരണം ഇവിടെ ഓപ്ഷൻ ഡി വെണ്മയാണ്. വെണ്മ തന്മാത്ര തദ്ധിതത്തിന് ഉദാഹരണമാണ്. വിപരീത പദം എഴുതുക. അഗ്രജൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അവരജൻ.
അഭിജ്ഞൻ എന്നതിൻ്റെ വിപരീതം അനഭിജ്ഞൻ. ആശ്രിതൻ എന്നതിൻ്റെ വിപരീതം സ്വതന്ത്രനും ആകാം, അല്ലെങ്കിൽ നിരാശ്രിതനും ആകാം. ആശ്രയം എന്നതിൻ്റെ വിപരീത പദം നിരാശ്രയമാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ആശ്രിതൻ എന്നുള്ളതിൻ്റെ വിപരീത പദം നിരാശ്രിതനാകാം. അതുപോലെ ആശ്രിതൻ എന്ന് പറയുമ്പം ഒരാളെ ആശ്രയിച്ച് നിൽക്കുന്ന ആൾ, അതാണല്ലോ ആശ്രിതൻ. അപ്പം സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന ആളെ സ്വതന്ത്രനാണല്ലോ. അപ്പോൾ ആശ്രിതൻ്റെ വിപരീതം സ്വതന്ത്രനും ആകാം. അത് ഞാനൊരു ബുക്കിലൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും കറക്റ്റൊക്കെ അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ആശ്രിതൻ്റെ വിപരീതം സ്വതന്ത്രനും വരും, നിരാശ്രിതനും വരുമെന്ന് തോന്നുന്നു. അടുത്തത് അഗ്രഗണ്യൻ. അഗ്രഗണ്യൻ എന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രഥമസ്ഥാനീയൻ, അല്ലെങ്കിൽ പ്രഥമസ്ഥാനീയൻ, ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളെയാണ് അഗ്രഗണ്യൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിപരീതം ഒരിടത്തും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കതറിയില്ല. എനിക്ക് തോന്നുന്നത് അതിന് വിപരീതമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിൻ്റെ പര്യായ പദം അല്ലാത്തതേത്? നളിനം. നളിനം എന്നതിൻ്റെ അർത്ഥം താമരയാണ്. നളിനം, താമര. ജലത്തിൻ്റെ പര്യായ പദങ്ങളാണ് അമൃതം, സലിലം, വാരി. അടുത്ത ക്വസ്റ്റ്യൻ, ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം ആകപ്പാടെയുള്ള ഭംഗി. ആനച്ചന്തം, ആകപ്പാടെയുള്ള ഭംഗി. താഴെ പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ചൂടാമണി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യൂവൽ ടു ദി ഫയർ. എരിതീയിൽ എണ്ണയൊഴിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കവിയുടെ സ്ത്രീലിംഗ പദം ഏത്? കവയിത്രി. കവി, കവയിത്രി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റപ്പദമാക്കുക. വർഷം തോറും, പ്രതിവർഷം. ദിനം തോറും, അതിൻ്റെ ഒറ്റപ്പദമാണ് പ്രതിദിനം. ദിനം തോറും എന്നതിന് 2 ഒറ്റപ്പദങ്ങളുണ്ട്. പ്രതിദിനവും ഉണ്ട്, അനുദിനവും ഉണ്ട്. പ്രതിക്രമം, ക്രമം തോറും. പ്രതികർഷം, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ വേർഡ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു മീനിങ്ഫുള്ളായിട്ടൊരു വേർഡൊന്നും അല്ല. അതവർ വെറുതെ ഓപ്ഷനിൽ കൊടുത്തതേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്